ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെയും കറൻറ്റ് എനർജിയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് കാണുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. ഇതെപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ ശരിക്കും പറയാൻ പറ്റും, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് അയാൾ എല്ലാ തരത്തിലും അയാൾ കൺട്രോൾഡ് ആണ്. സ്പിരിച്വലി ഒക്കെ കുറച്ചൊക്കെ പ്രൊട്ടക്ഷനൊക്കെ ആ ഒരു പേഴ്സണ് കിട്ടുന്നുണ്ട്. പിന്നെ വളരെ ശാന്തനാണ്, അതായത് വളരെ സൈലൻ്റ് ആണ്. പക്ഷേ ഉള്ളിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒരു ഉള്ളിൽ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫീലിങ്, അതല്ല എങ്കിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ പുകച്ചിലൊക്കെ ഉള്ളിൽ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അതിന് റീസൺ എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിൽ നിന്നും വിട്ടു പോകാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് പോകാൻ വേണ്ടി ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പറ്റുന്നില്ല ആ ഒരു വ്യക്തിക്ക്. എന്ന് പറയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, നിങ്ങളെ മറക്കണം, അതുപോലെ തന്നെ നിങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വെക്കരുത്, ഭയങ്കര ഡിസ്റ്റൻസിലാവണം എന്നൊക്കെ അവർ ഉള്ളിൽ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു എനർജി പുള്ള് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു നിങ്ങളെ അവർക്ക് ഉടനെ എന്താ പറയുക, അങ്ങനത്തെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ ആ ഒരു പേഴ്സണ് പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അതുപോലെ വളരെ നല്ലൊരു ബോണ്ടാണ് ഫീൽ ചെയ്യുന്നത്. സോൾ ലെവലിലൊരു ബോണ്ട് നല്ലതുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്നും അകന്ന് മാറാൻ പറ്റാത്തത്. സോൾ ലെവലിൽ ആ ഒരു എനർജി പുൾ, അതായത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഓർക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു എനർജി ആ ഒരു പേഴ്സണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും സോൾ വൈസ് മൂവ് ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ കാമായിട്ടുള്ളതും വളരെ ഡെപ്തിലുള്ളതും അതുപോലെ തന്നെ പ്യുവറായിട്ടുള്ളൊരു ഇഷ്ടമായിരുന്നു ഈ ഒരു വ്യക്തിയോടുണ്ടായിരുന്നത്. നിങ്ങളുടെ അതുപോലെ തന്നെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു കാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്കും ആ ഒരു ഹീലിംഗ് എനർജി തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളിൽ നിന്നും. നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എല്ലാവർക്കും ആ ഒരു സെയിം ഫീലിംഗ് തന്നെയുണ്ട്. നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് എനർജി ആ ഒരു പേഴ്സണും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഭയങ്കര വാശിക്കാരനായിരിക്കാം, വല്ല അങ്ങനെ ഉള്ള ഒരു ക്യാരക്ടറൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അത്രയൊക്കെ വാശിയും അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നൊരു മൈൻഡും ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെ കാണുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴും അവരുടെ ആ ഒരു മൈൻഡും അല്ലെങ്കിൽ അവരുടെ ആ ഒരു വാശിപ്പിടുത്തമൊക്കെ വളരെ സോഫ്റ്റായിട്ട് മാറുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെ എന്താ പറയുക, മറക്കാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ആയിട്ടുണ്ട്. അതായത് നല്ല ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഡെപ്തിലോട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയമുണ്ട് നിങ്ങളായിട്ടുള്ളൊരു കണക്ഷൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിൽ. തന്നെ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വളരെ കൺട്രോൾഡായിട്ട് നിൽക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻസൊക്കെ അവോയ്ഡ് ചെയ്യുന്ന അയാളെ തന്നെ കൺട്രോൾ ചെയ്തും അയാളുടെ ഫീലിങ്സും അയാൾക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നതും നിങ്ങളെ കാണാൻ തോന്നുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അയാൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തും അയാളുടെ ഉള്ളിൽ ആ ഒരു ഫീലിങ്സൊക്കെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി. പറഞ്ഞാൽ അയാളുടെ ലൈഫിൽ ഇതേപോലെ ഇത്രയും നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം അതല്ലെങ്കിൽ ഒരു കരുതൽ അതൊന്നും അയാൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീപ്പ് കണക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് ഒട്ടും തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഒട്ടും തയ്യാറായില്ല എന്നൊരു തോന്നലാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്നും യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്.
ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനർജി ബ്ലോക്ക്, അതായത് ഇങ്ങനെയുള്ള ഫീലിങ്സ്, ഇമോഷൻസും ഇങ്ങനെയുള്ള എനർജി ബ്ലോക്കൊക്കെ നിങ്ങളിലോട്ടൊക്കെ തരാനും നിങ്ങളെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് മാറാനും ഒക്കെ നോക്കുമ്പോഴും നിങ്ങളിൽ നിന്നും ആ ഒരു വരുന്ന ഒരു എനർജി അവരിലേക്ക് വീണ്ടും വീണ്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കത് പറ്റുന്നില്ല. അവർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ എനർജി അതിനെ പുഷ് ചെയ്തു അതിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സണ് നിങ്ങളെ മറക്കാൻ പറ്റാത്തത്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കാണില്ല, പക്ഷേ സോൾ വൈസിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ചിലപ്പോൾ വർഷങ്ങളായിട്ട് കാണാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആവാം അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുന്നതും ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും സോളിനെ അറിയാവുന്നതെന്ന് പറയുന്ന പോലെ സോൾ ലെവലിൽ കണക്ഷൻ പോകും. ഇപ്പം എൻ്റെ സോള് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഉള്ള കാര്യമൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഈഗോ കൊണ്ട് നിങ്ങൾ പറയുന്നത് എന്തും ആയിക്കോട്ടെ. റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ന്യായം, എങ്കിൽ പോലും നിങ്ങൾ പറയില്ല ഞാൻ കണക്ട് ചെയ്യുന്നില്ല, ഞാൻ പോകുന്നില്ല എന്ന് ആ ഒരു ഈഗോ വെച്ച് നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ സോളിൻ്റെ അടുത്ത് ഈഗോയോ ഒന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ സോളിൻ്റെ സോൾമേറ്റോ അല്ലെങ്കിൽ അത് ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ്സോ ട്വിൻ സോൾസോ ഒക്കെ ആണ് ഉള്ള പേഴ്സൺസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ജന്മങ്ങളിൽ ഈ സോള് തമ്മിൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ വാശി പിടിച്ചാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ കൈയും കാലും ഒക്കെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ സോളിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സോളിന് വേണ്ട അതിൻ്റെ സോൾമേറ്റ് അതല്ലെങ്കിൽ അതിൻ്റെ എനർജി അതിന് ഇപ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ എന്തിനാണോ വേണ്ട അതിലോട്ട് അതെപ്പോഴും അട്രാക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഈ ഒരു സോളിലോട്ടും എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഏതൊക്കെ തരത്തിലൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും അയാളുടെ സോളും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എനർജി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അയാൾക്ക് വളരെയധികം ഡിസ്റ്റർബ്ഡ് അല്ല, അത് അയാൾക്ക് പറ്റുന്നില്ല. കാരണം അയാൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ അയാൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സ്പിരിച്വൽ ലെവലിൽ അയാൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു വിഡ്രോവൽ എനർജി ഉണ്ട് നല്ലതുപോലെ. അത് നിങ്ങൾ വളരെ ഡീപ്പായിട്ടൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഞാൻ പോകണോ അതോ ഈ ഒരു റിലേഷൻഷിപ്പ് തുടരണോ, ഇത് സത്യമായിട്ടും ഇത് റിയലി ഇത് എൻ്റെ വഴി തന്നെയാണോ, ഇത് എൻ്റെ റിലേഷൻഷിപ്പ് ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ, അതല്ലെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം വെറുതെ ആണോ, പിന്നെ അയാൾക്ക് എന്നോട് സ്നേഹമുണ്ട്, അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജി ആണല്ലോ. അതല്ലെങ്കിൽ അയാൾ എന്നെ ഇട്ടിട്ട് പോയതാണ്, എനിക്ക് അയാളെ വേണ്ട, അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരും സോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു എനർജി നല്ലതുപോലെ രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സോൾ ടൈ ഉണ്ട് നിങ്ങൾ തമ്മിൽ നല്ല. അപ്പോൾ ആ ഒരു സോൾ ടൈനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. ഇപ്പോൾ സോൾമേറ്റ്സ് ആണെങ്കിലും നോർമൽ ഒരു സോൾ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഹീലേഴ്സിന് വെച്ച് സോൾ ടൈ കട്ട് ചെയ്ത് വിടാം. പക്ഷേ ട്വിൻ സോൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ട്വിൻ സോൾസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആ ട്വിൻ സോൾ ടൈ നമുക്കൊരിക്കലും ആർക്കും കട്ട് ചെയ്ത് വിടാൻ പറ്റില്ല. അപ്പോൾ സോൾ ടൈ നല്ലതുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ആ ഒരു സോൾ ലെവലിൽ നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുന്നത്. ഞാനൊരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു മൈൻഡിനെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ളൊരു എനർജിയോ എന്നൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ച് പറയാൻ പറ്റുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള നോർമൽ ഒരു റിലേഷൻ അല്ല, ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ കണക്ഷനും സ്പിരിച്വൽ പുള്ളും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ ശ്രമിക്കുമ്പോഴും യൂണിവേഴ്സായിട്ട് സൈൻസും സിമ്പിൾസും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ പേര് അതല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് നമ്പർ, കാർ നമ്പർ, നിങ്ങളെപ്പോലെ കാണുന്ന, അതായത് നിങ്ങളുടെ പോലെ ലുക്കുള്ളതും നിങ്ങളുടെ പോലെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ആൾക്കാരെയൊക്കെ കാണുക, നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഓർമ്മകളും അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളൊക്കെ അയാളെ ഹൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ശരിക്കും പറയാൻ പറ്റും ഇത് ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ പറയും എനിക്കങ്ങനെ ഇല്ല എന്ന് ചില ആൾക്കാർ പറയും, പക്ഷേ ഇത് സോൾ ലെവലിൽ നിങ്ങളത് ഈഗോ കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടും ഒക്കെയാണ്. മനസ്സിലായി? നമ്മൾ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ നമ്മൾ എന്താ പറയുക, അത് ഏത് കണക്ഷനായാലും നമ്മൾ അറ്റാച്ച്മെൻറ്റ് വയ്ക്കാതിരിക്കുക, ഒരു ബൗണ്ടറി സെറ്റ്, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. അതാണല്ലോ എല്ലാത്തിൻ്റെ ലക്ഷ്യം. ഈ ഒരു യൂണിവേഴ്സൽ എനർജി പറയുന്നത് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ.
അപ്പോൾ ഈ ഒരു വ്യക്തിക്കും നിങ്ങളോട് അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ ആ ഒരു സോൾ ലെവൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിക്ക് അറിയുന്നുണ്ട്. നമുക്കിവിടെ ഫീൽ ചെയ്യുമ്പോൾ ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ കുറച്ചുകൂടെ ഒരു, അയാൾ പാവമെന്നല്ല പറയുന്നത്, പക്ഷെ ഇച്ചിരി കൂടെ അനുഭവിച്ചത് കൊണ്ടായിരിക്കാം കുറച്ചുകൂടെയൊക്കെ സ്ട്രോങ്ങും ബോൾഡും, എനിക്ക് പറ്റില്ല, ഞാൻ ചെയ്യില്ല, അങ്ങോട്ട് പോവില്ല, അങ്ങനത്തെയൊക്കെ ഒരു എനർജി ചിലരിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ആരോടും അറ്റാച്ച്മെൻറ്റ് വേണ്ട, നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് നമ്മൾ എല്ലാവരെയും നോക്കുമ്പോഴും നമ്മൾ അവരെയൊക്കെ ഓരോ സോൾസായിട്ടാണ് കാണുന്നത്. ആ ഓരോ സോൾസിനും ഈ ഒരു വേൾഡിൽ അവരുടെ ലൈഫ് പേർപ്പസിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആ ലൈഫ് പേർപ്പസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് പേർപ്പസിനെ സപ്പോർട്ട് ചെയ്യാനാണ് മറ്റുള്ള സോൾസിൻ്റെയും ജോബ് എന്നൊക്കെ പറയും. അപ്പം ആ രീതിയിലൊക്കെ നമ്മൾ ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് എന്തൊക്കെ ദ്രോഹം ചെയ്തവരോടും നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ അത് എൻ്റെ ലൈഫ് പേർപ്പസിലോട്ട് എത്താൻ വേണ്ടി ട്രിഗറിങ് തരാനാണ് ആ ഒരു പേഴ്സൺ വന്നത്. അയാൾ എൻ്റെ ലൈഫ് പേർപ്പസിൽ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് ആ ഒരു മനുഷ്യരിൽ നിന്നല്ലേ ഈ ഒരു 3 ഡയമെൻഷൻ വേൾഡിൽ നിന്ന് മാറി നിങ്ങൾ സോൾ ലെവലിലോട്ട് നിങ്ങൾ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു, അന്ന് നമുക്കിങ്ങനെ മറ്റുള്ളവരോടുള്ള ദേഷ്യം, എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരെന്നെ ഇട്ടിട്ട് പോയി, അവരെങ്ങനെ മോന അല്ലെങ്കിൽ മോളെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ മെസ്സേജസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് തോന്നത്തില്ല. കാരണം വെച്ചാൽ ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും അങ്ങനെ ഒരു സോളായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആരോടും അറ്റാച്ച്മെൻറ്റ് വെക്കരുത്. ഞാൻ ഓക്കെ, നിങ്ങൾക്ക് സ്നേഹം കൊടുക്കണമെങ്കിൽ കൊടുത്തോ, പക്ഷെ തിരിച്ച് നമ്മൾ അതേപോലെ സ്നേഹം പ്രതീക്ഷിക്കാതിരിക്കുകയാണ്. അതാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ഉപേക്ഷിച്ച് പോകുന്നല്ല, നമ്മൾ കൊടുക്കാനുള്ള കൊടുക്കുക, പക്ഷെ തിരിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. ആ ഒരു ലെവലിലോട്ട് നമ്മൾ മൈൻഡിനെ കാണുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാവരോടും സമാധാനത്തോടും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സമാധാനം ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു സോൾ ലെവലായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലും നമുക്ക് പറയാനുള്ളത് ഒരു സോൾ ടൈ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ പോകുന്നത്. കാരണം ഇവർക്കിപ്പോൾ നല്ലതുപോലെ നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരണം, നിങ്ങളോട് അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലാതെ ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങളോട് അറ്റാച്ച്ഡ് ആവണം എന്നൊക്കെ അവർ നല്ലതുപോലെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആ ഒരു സോള് അത് ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ അവർ ഭയങ്കര കൂളായിട്ടും കെയർ ചെയ്യുന്നില്ലെന്നും അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്നും ഒക്കെ കാണിച്ചാലും ഇൻസൈഡ് അവർ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മളോട് ഇവിടെ കാഴ്ചയിലൂടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട്, ഒരു മാരേജ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളായിട്ടുള്ളൊരു ഫ്യൂച്ചറൊക്കെ അവരെപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി സംഭവം ഉണ്ട്. അതായത് ഞാനിതിൽ ഓക്കെ ആണോ, ഫിറ്റാണോ, എനിക്ക് നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള എപ്പോഴും ഉണ്ടാവുന്ന ഒരു തോന്നലും കാര്യങ്ങളും, അതെല്ലാ സോൾ ടൈലിലും സോൾമേറ്റ്സിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കും ഈ റീഡിങ്ങിൽ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുണ്ട് ആ ഒരു വ്യക്തിയുമായിട്ട്. അതെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ ഒരേപോലെ രണ്ടുപേർക്കും ഒരേപോലെ ആ ഒരു പേഴ്സണെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തി അടുത്ത് വരുമ്പോൾ എത്രയൊക്കെ വഴക്കാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ആ ഒരു പേഴ്സൺ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സെയിം എന്താ പറയുക സേഫായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇതാണ് എൻ്റെ പാത്ത്, ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തോന്നലുള്ളിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ എവിടേക്കോ കണ്ടു മറന്ന പരിചയം, അങ്ങനെ ഒരു പാസ്റ്റ് ലൈഫിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ അവർക്കും അത് തോന്നുന്നുണ്ട്. അതവർ മറയ്ക്കാനൊക്കെ ശ്രമിച്ചാലും ഈ കണക്ഷനെ അവർക്ക് ബ്രേക്ക് ചെയ്തിട്ടും അതല്ലെങ്കിൽ ഈ ഒരു പാസ്റ്റ് ലൈഫിലുണ്ടാകുന്ന ആ ബന്ധത്തെ തകർത്തെറിഞ്ഞ് പോകാനും അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതാക്കാനൊന്നും ആ ഒരു വ്യക്തിക്കും പറ്റില്ല. പറയാൻ പറ്റും നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ കാണുമോ, സംസാരിക്കുമോ ഇനി ലൈഫിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റീയൂണിയനൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ സഡനായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. അങ്ങനെ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്.
പക്ഷെ നിങ്ങളുടെ അടുത്തോട്ട് വരുമെന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നേരത്തെ പോലെയല്ല, വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും ഇയാൾ തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇതിലും ഒക്കെ വളരെ സ്ട്രോങ്ങും വളരെ സ്നേഹത്തോടും വളരെ കമ്മിറ്റഡും അതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ഇത്ര നാളും കണ്ടതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം സത്യം ആയിട്ട് തുറന്ന് പറയും. അതായത് ഈ റിലേഷൻഷിപ്പിൽ അയാൾക്ക് തോന്നിയിട്ടുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, അതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി റീ എൻറ്റർ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞാൽ അവർക്കുള്ളിലുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ലൈഫിൽ, ഒരുപാട് പ്രഷർ അനുഭവിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരുപാട് ചോയ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് ജീവിതത്തിൽ ചെയ്യാനും എടുക്കാനും അങ്ങനത്തേക്ക് ഒരു കാര്യത്തിൽ കൂടെയൊക്കെ തന്നെയാണ് ആ ഒരു വ്യക്തി പോകുന്നത്. പക്ഷേ ഏതൊക്കെ വഴിയിലും ഏതൊക്കെ ലോകത്തുകൂടെ പോയാലും അവരെന്തൊക്കെ ചെയ്താലും അവരുടെ മൈൻഡിൽ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇമേജ് എപ്പോഴും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അതാണ് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു സോൾ ടൈപ്പ് കണക്ഷനാണ്. മേ ബി ഒരു ട്വിൻ സോളിൻ്റെ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൽ അവർ വളരെ ഡീപ്പായിട്ടും വളരെ സൈലൻ്റായിട്ടും വളരെ സിൻസിയറായിട്ടും നിങ്ങളോട് അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവർ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അത് അവരുടെ ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്താ പറയുക, ഒരു സീക്രട്ടായിട്ടൊരു കടൽ പോലെ അതിങ്ങനെ അവിടെ തിളച്ച് മറിഞ്ഞ് പുകഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉള്ളിൽ. സെയിം കാര്യങ്ങളും ഫിയറും എല്ലാം വരുന്നതിന് കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഒരുപാട് പേടികളും ഒരുപാട് ഡൗട്ടും, അതായത് സോൾ ലെവലിലോട്ട് വരുമ്പോൾ നമ്മളെ കർമ്മസ് എല്ലാം ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ ട്രിഗറിങ് ഒക്കെ എല്ലാം ഓക്കെ ആയിട്ട് വരാൻ വേണ്ടി ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ഉള്ളിൽ നമ്മൾ വേറെയുള്ള ഒരാൾ വെളിയിൽ നിന്ന് ഓർക്കുമ്പോൾ തോന്നും എല്ലാം കൊണ്ട് ഓക്കെ അല്ലേ, പിന്നെ എന്താണ് ഇവർക്ക് സെറ്റ് ആയാലും തോന്നും. പക്ഷേ നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള നമ്മുടെ കർമാസൊക്കെ ക്ലിയർ ചെയ്ത് വരണം. അതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ്, പുകച്ചിലൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ ഇങ്ങനെ ഡിസ്റ്റൻ്റായി നിൽക്കുന്നതിനൊക്കെ കാരണം. പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ റിഗ്രറ്റ് ഉണ്ട്, വളരെയധികം വിഷമമുണ്ട്, വളരെ ഗിൽറ്റി ഫീലിങ്സും ഉണ്ട്. അവർക്കറിയാം അവർ നിങ്ങളെ പല തരത്തിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവരും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ വിഷമിച്ച് ആരും കാണാതെയോ ഒക്കെ രാത്രിയിലൊക്കെ എത്രയൊക്കെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടിരുന്നാലും നിങ്ങൾ കരയുന്ന ചില ടൈമൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ആ ഒരു പേഴ്സണും ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പേഴ്സണും അതേപോലെ തന്നെ വിഷമിക്കാറും ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഉള്ളിൽ എങ്ങനെ പോണെങ്കിൽ പോട്ടെ അങ്ങനത്തേക്ക് ഒരു ആറ്റിറ്റ്യൂഡിലും അല്ലെങ്കിൽ വിഷമം ഉണ്ടെങ്കിലും വെളിയിൽ കാണിക്കാതെ നടക്കുന്ന ആ ഒരു ഇതിലാണ്. അപ്പോൾ നിങ്ങൾ ജയിച്ചു, നിങ്ങൾ കുറേ കൂടെ എന്താ പറയുക ഒരു ഗ്ലോ ഒക്കെ വന്നു, അല്ലെങ്കിൽ കുറേ കൂടെയൊക്കെ ഒരു ഐശ്വര്യം അല്ലേ അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറേ കൂടെയൊക്കെ ബ്രൈറ്റായി, നിങ്ങൾ ഭയങ്കര ലൈഫിലൊക്കെ കുറേയൊക്കെ സക്സസ് ആയി. ഇപ്പം മെൻ്റലി ഫിനാൻഷ്യലി എല്ലാം നമ്മൾ പറയുന്നത് മെൻ്റലി ഒക്കെ നിങ്ങൾ വളരെയധികം സക്സസ് ആയിട്ടൊക്കെ നടക്കുമ്പോൾ അവർക്ക് എന്താ പറയുക അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ ഉണ്ട്, മനസ്സിലായി. അതിനോടൊപ്പം ഒരു ഭയവും ഉണ്ട്. പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു മേജറായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിങ്ക്രണൈസ് ചെയ്യുന്ന നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സണെ ആ ഒരു വേൾഡിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ആ ഒരു സ്പിരിച്വൽ ലെവലിലോട്ട് ഹൈയാകാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു അവേക്കനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താ പറയുക ആ ഒരു കാർമിക് ക്ലിയറൻസും കാർമിക് അവേക്കനിങ്ങിനൊക്കെ വേണ്ടി ഒരുപാട് യൂണിവേഴ്സ് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു പേഴ്സണ് ഒരു ചെറിയൊരു സ്പിരിച്വൽ കിക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. സ്ലോ ആയിട്ടാണെങ്കിലും പക്ഷേ വളരെ സ്റ്റഡി ആയിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വരും. അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീലിങ്ങും കാർമിക് ക്ലിയറൻസൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് വരണം. അവരൊരിക്കലും ഇട്ടിട്ട് പോയില്ല, കാര്യം ചെയ്തൊരു സോൾ കണക്ഷനാണ്. സോ ഇത് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് ആ ഒരു പേഴ്സൺ വരിക തന്നെ ചെയ്യും. നല്ല രീതിയിലുള്ളൊരു മാഗ്നറ്റിക് പുൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളെ ഭ്രാന്തമായിട്ട് നിങ്ങളുടെ ചിന്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടിട്ട് പോകാൻ ആ ഒരു പേഴ്സണ് പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ സറണ്ടർ സ്റ്റേജ് ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഇതേപോലുള്ള ഒരു ചേഞ്ചസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പേഴ്സൺ സൈലൻ്റ് ആയിരുന്നാലും നിങ്ങളെ മൈൻഡ് ചെയ്തില്ല എങ്കിലും നിങ്ങൾ അടുത്തുണ്ടെന്ന് പോലും അവർ നോക്കിയില്ലെങ്കിൽ കൂടെ തന്നെയും നിങ്ങളിൽ നിന്നും ചെല്ലുന്ന ആ ഒരു എനർജി ചെയ്യേണ്ട അകത്ത് കംപ്ലീറ്റ്ലി എന്താ പറയുക കെട്ടിയിട്ടിരിക്കണം ആ ഒരു പേഴ്സണെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ടൊന്നും പോവുമൊന്നുമില്ല. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരികെ തന്നെ വരും.
യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു പേഴ്സൺ ശരിക്കും ഉള്ളിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് മാറി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഉള്ളിൽ എന്താ പറയുക, ഉള്ളിൽ എനിക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാനോ നിങ്ങളിൽ നിന്ന് മാറാനോ ഒന്നും എനിക്ക് പറ്റുകയില്ല. എത്ര ദൂരം പോയാലും എവിടെയൊക്കെ തിരിച്ചു പോയാലും ആ ഒരു പുള്ളുണ്ടല്ലോ, ആ ഒരു എനർജി പുള്ള്, ആ ഒരു പുള്ള് എപ്പോഴും നിങ്ങളുടെ അടുത്തോട്ട് തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ടൈമിലും അല്ല, ഏതൊക്കെ ലൈഫ് ടൈമിലും ഉണ്ടെങ്കിലും എനിക്ക് നിങ്ങളൊരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളും തമ്മിലൊരു ഹൈ ലെവൽ ഓഫ് സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.